കാസർകോട്ടെ ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം NDAക്ക് പ്രസിഡന്റായി C. ശങ്കരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. UDFും NDAയും ബലാബലമായതിനാൽ ടോസിലൂടെയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. സാരംഗ്, അവിടുത്തെ ഒരു നാടകീയ അന്തരീക്ഷം എങ്ങനെയായിരുന്നു? ബദിയടുക്കയിലെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെ എങ്ങനെയായിരുന്നു? രതീഷ്, ഈ കഴിഞ്ഞ 10 വർഷമായി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണയമാണ് ബദിയടുക്ക പഞ്ചായത്ത് ആര് ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നത്. കാരണം എപ്പോഴും UDFും NDAയും ബലാബലം വരുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത്തവണ UDFും NDAയും പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കളെ അടക്കം മത്സരരംഗത്ത് ഇറക്കിക്കൊണ്ട് തന്നെ പഞ്ചായത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് ചിത്രം പുറത്തേക്ക് വന്നപ്പോൾ, ആ ഒരു ഫലം പുറത്തേക്ക് വന്നപ്പോൾ അവിടെ തിരിച്ചടി നേരിട്ടത് LDFനാണ്. LDFന് അംഗങ്ങളുടെ എണ്ണം കുറയുന്നു. പക്ഷേ ബലാബലത്തിലേക്ക് UDFും NDAയും എത്തുന്നു. 10-10 എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു. പിന്നീട് ഇവിടെ വോട്ടെടുപ്പിൽ പോലും തുല്യത പാലിച്ചതോടു കൂടിയാണ് ടോസെടുപ്പിലൂടെ D. ശങ്കരൻ എന്ന BJP നേതാവ് ഇപ്പോൾ ബദിയടുക്ക പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനവും അതുപോലെ തന്നെ അതിനാടകീയമാവുന്ന ഒരു അത്തരത്തിലുള്ള ഏറെ നിർണായകമാവുന്ന കാഴ്ച തന്നെ, ആകാംക്ഷയോടുകൂടി കാണേണ്ട ഒരു രാഷ്ട്രീയ കാഴ്ച തന്നെ നമുക്ക് ബദിയടുക്കയിൽ നിന്ന് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.